രണ്ട് കാര്യങ്ങളാ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ തക്ക സമയം. രണ്ട്, ഉയർത്തുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. ദേവനുടെ ക്രിയകൾ ഇവനിടത്തിൽ വെളിപ്പെടും പൊരുട്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവും തന്റെ ശിഷ്യന്മാരും കൂടെ കടന്നു പോകുമ്പോ ശിഷ്യന്മാർ യേശുവിനെ ഒന്ന് നിർത്തി ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്ന കുരുടനായ അന്ധനായ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ടു പറഞ്ഞു, ഇവൻ ഇങ്ങനെ അന്ധനായി, കാഴ്ച നഷ്ടപ്പെട്ടവനായി, കുരുടനായി പിറന്നത് ആരുടെ പാപം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ കുരുടനായി പിറന്നത് ആരുടെ പാപം? ഇവന്റെ പാപമാണോ? ഇവന്റെ അപ്പൻ ചെയ്ത പാപമാണോ? ഇവന്റെ അമ്മ ചെയ്ത പാപമാണോ? ഇവന്റെ പിതാക്കന്മാർ ചെയ്ത പാപമാണോ? പൂർവ്വപിതാക്കന്മാർ ചെയ്ത പാപമാണോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ മുഖാന്തിരം വചനത്തിന്റെ വെളിപ്പാടുകളിലൂടെ ഒരു ദർശനം, വെളിപ്പാട് പ്രാപിച്ചൊരു ദർശനം, ആ ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് കൈമാറുകയാ. നാം അനുഭവിക്കുന്ന അവസ്ഥകളെ കണ്ടിട്ട് നമ്മൾ തന്നെ പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നു, എന്തേ ഇത്? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റു ചെയ്തു? എൻ്റെ പിതാക്കന്മാർ വല്ല തെറ്റ് ചെയ്തതാണോ? മാറി മാറി എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭവനത്തിൽ ഈ ദുരന്തങ്ങൾ വന്നു ഭവിക്കുന്നത്, കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത് എൻ്റെ പാപമാണോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. അതോ എൻ്റെ അപ്പൻ ചെയ്ത പാപമാണോ? എൻ്റെ അമ്മ ചെയ്ത പാപമാണോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രി അതൊന്നുമല്ല യേശുവിന് പറയാനുള്ളത്. നിങ്ങൾ ദേവനുடைய ക്രിയകൾ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുവാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സമൂഹം മുഴുവനും, ദേശം മുഴുവനും അവനെ നോക്കി ശപിക്കപ്പെട്ടവനെന്നോ, നോക്കണമേ വിടുതലില്ലാത്തവനെന്നോ ഒക്കെ പറഞ്ഞ്, അന്ധനെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ, കുറ്റപ്പെടുത്തുമ്പോ, അവനെ പരിഹസിക്കുമ്പോ യേശുവിന് പറയാനുള്ളത്, അവന് ദൈവപ്രവർത്തികൾക്ക് വേണ്ടി വച്ചിരിക്കുകയോ. ഈ അരുമന പ്രദേശത്ത് നിങ്ങളെ ദൈവത്തിന്റെ ക്രിയകൾക്ക് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദേവനുടെ ക്രിയകൾ വെളിപ്പെടണം. ഇവിടെ വായിച്ചത്, അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ. ദൈവത്തിന്റെ തക്ക സമയം. നമ്മളൊരു പ്രാർത്ഥനാ വിഷയം ദൈവത്തോട് അറിയിച്ചാൽ നമുക്കൊരു സമയമുണ്ട്. ആ സമയത്തിൽ പ്രവൃത്തി വെളിപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നാം വിട്ടുകൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോ ഉണ്ടാകുന്ന ചില വിടുതലുകൾ,
വേദപുസ്തകത്തിൽ തെളിവ് സഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്തേറിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം, എസ്തേറിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം, അതിൽ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. വായിച്ചു കേട്ടല്ലോ. ഒന്നുകൂടെ ഞാൻ മൈക്കിൽ വായിച്ച് കേൾപ്പിക്കാം. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ച് കേൾപ്പിച്ചു. ഉമ്മരാപ്പടി കാവൽക്കാരായി രാജാവിന്റെ ഷണ്ണന്മാരിൽ ബിഗ്ധാന, തേരസ് എന്നീ 2 പേർ അഹശ്വേരോസ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചിരുന്ന സംഗതി മൊർദെഖായി അറിവ് തന്ന പ്രകാരം അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. ഇത് വായിച്ചിട്ട് എന്ത് പിടികിട്ടി? ഇതിലെവിടെയാ ദൈവത്തിൻ്റെ തക്ക സമയം? ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അതിൻ്റെതായ ചില സന്ദേശങ്ങൾ വെളിപ്പെടുത്തി മുൻപോട്ട് പോകാനായി ആഗ്രഹിക്കുകയാണ്. എന്ന് രാത്രി നമുക്കറിയാം, ഹാമാൻ എന്ന് പറയുന്ന ശത്രു ദൈവഭക്തനായ മൊർദെഖായിക്ക് എതിരായി തൻ്റെ ഭാര്യയായ സേരശിൻ്റെയും ചില സുഹൃത്തുക്കളുടെയും വാക്കുകൾ കേട്ടിട്ട് തൻ്റെ ഭക്തനെ തകർത്തുകളയുവാൻ കഴുമരം ഒരുക്കുന്നതിൻ്റെ അന്ന് രാത്രി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, മൊർദെഖായി എന്ന് പറയുന്ന ദൈവഭക്തനെ കൊന്നുകളയുവാൻ രാത്രി കഴുമരമൊരുക്കുന്ന ഹാമാന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന അന്ന് രാത്രി, പ്രൈസ് ദി ലോർഡ്, ഇവിടെ രാജകൊട്ടാരത്തിൽ രാജാവിന് തൂക്കം വരാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനെ തകർക്കാൻ നോക്കിയാൽ, ഒരു ദൈവ പൈതലിനെതിരെ വിരൽ ചൂണ്ടിയാൽ, ഒരു ദൈവ പൈതലിനെതിരെ എന്തെങ്കിലും നടത്തുവാൻ ആഗ്രഹിച്ചാൽ അത് അറിയുന്നൊരു ദൈവമുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ ദൈവത്തെ ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുകയാണ്. കരങ്ങളെ അടിച്ച ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, റിമാമാ സിയാറ വൈഡരേ ജഗലേ റിഗലഗടഗസി, ഹല്ലേലൂയ. മൊർദെഖായിയും ഹാമാനും ബദ്ധശത്രുക്കളായി മാറി. ഹാമാനെ ആരാധിക്കുന്നില്ല, നമസ്കരിക്കുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ഹാമാൻ രാജാവിന് കൈക്കൂലി കൊടുത്ത് രാജകീയ പത്രത്തിൽ മോതിരം കൊണ്ട് മുദ്ര ചെയ്ത് ഇവരെ കൊല്ലുവാൻ ഒരു ഡേറ്റ് ഇട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമാകുന്ന ഇസ്രായേലിനെ, യഹൂദന്മാരെ, മൊർദെഖായി അടക്കമുള്ളവനെ, മൊർദെഖായിയുടെ കുടുംബത്തെ, മൊർദെഖായിയുടെ വംശത്തെ കൊല്ലാൻ പദ്ധതിയിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ ഡേറ്റിൻ പ്രകാരം ആ മോതിരം കൊണ്ട് അതിനെ മുദ്ര ചെയ്ത് 127 സംസ്ഥാനങ്ങളിൽ വിളംബരം ചെയ്തപ്പോ മൊർദെഖായിയുടെയും കൂട്ടരുടെയും ഹൃദയം കലങ്ങിപ്പോയി. അവർ കൈപ്പോടെ ദൈവസന്നിധിയിൽ കരഞ്ഞു. ഈ ചരിത്രമൊക്കെ നമുക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ തക്ക സമയം നിങ്ങൾ ഓർക്കണം. ആ തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടില്ല എങ്കിൽ വരുന്ന ദുരന്തങ്ങൾ എന്തെന്ന് ഓർക്കണം.
അതാണ് ദൈവത്തിന്റെ സമയം. എന്താ കാര്യമെന്നറിയണ്ടേ? ഒരു വീട്ടിൽ തന്റെ ഭക്തനെ കൊല്ലുവാൻ കഴുമരം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോ, തന്റെ കുടുംബത്തെ നശിപ്പിക്കുവാൻ പ്ലാനുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോ, തന്റെ വംശത്തെ ഒന്നടങ്കം കൊല്ലുവാൻ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ, അന്ന് രാത്രി രാജാവിന് തൂക്കം വരാതെ, ഉറക്കം വരാതെ രാജാവ് എന്ത് ചെയ്തു? അവിടെ ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഉറക്കം വരാതിരിക്കുമ്പോഴൊക്കെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ശീലമുണ്ട്. നടന്നതായ ചരിത്രങ്ങൾ എഴുതി വയ്ക്കുന്ന, കുറിച്ചു വയ്ക്കുന്ന ഒരു ഗ്രന്ഥത്തിന്റെ പേരാ ദിനവൃത്താന്ത പുസ്തകം. ആ ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ കൽപ്പിച്ചു. കൊണ്ടുവന്ന് അതിനെ രാജാവിന് വായിച്ചു കേൾപ്പിച്ചു. അന്ന് രാത്രി ആ പുസ്തകം തുറന്നപ്പോൾ വെളിപ്പെട്ട് വന്നൊരു കാര്യം എന്തെന്നറിയണ്ടേ? വിഗ്ധാന, തേരസ് എന്ന് രണ്ട് ഷണ്ണന്മാർ രാജാവിനെ കൊല ചെയ്യുവാനും തകർക്കുവാനും പ്ലാനുകൾ ഇട്ടപ്പോ, ആ വസ്തുത അറിഞ്ഞ മൊർദെഖായി ഇത് രാജകൊട്ടാരത്തിൽ അറിയിക്കുകയും അങ്ങനെ രാജാവിനെ രക്ഷിക്കുകയും ചെയ്തു. ഇതെവിടെ എഴുതി വച്ചിട്ടുണ്ട്? ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ചെയ്യുന്നതൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഒരു ദിവസം അത് എടുത്തിട്ട് എനിക്കും നിങ്ങൾക്കും അതിന്റെ നന്മകൾ ദൈവം അയക്കും. എത്ര പേർ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ മൊർദെഖായി അന്ന് രാജാവിനെ രക്ഷിച്ചപ്പോ, ഒരു രാജാവിനെ രക്ഷിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു രാജാവിനെ രക്ഷിക്കുമ്പോൾ രാജകൊട്ടാരത്തിൽ നിന്ന് എന്തെങ്കിലും ഫലം കിട്ടത്തില്ലയോ? നന്മ കൊടുക്കത്തില്ലയോ? ഇവിടെയുള്ള ഒരു നമ്മുടെ ഈ വിളവങ്കോടുള്ളതായ നമ്മുടെ ഒരു നമ്മുടെ എം എൽ എ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് രക്ഷിച്ചു, പിന്നെ അവര് നമുക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യും? ചെയ്യത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. ഒരു രാജാവിനെ രക്ഷിച്ചതാ മൊർദെഖായി. മരണത്തിൽ നിന്ന് രാജാവിനെ രക്ഷിച്ചു. 127 സംസ്ഥാനങ്ങൾ അടക്കി വാഴുന്ന ഒരു രാജാവാണ്. ആ രാജാവിനെയാണ് മൊർദെഖായി രക്ഷിച്ചത്. രക്ഷിച്ചപ്പോ മൊർദെഖായിക്ക് ഒന്നും കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളാണെങ്കിലും എന്തെങ്കിലും ഒക്കെ പ്രതീക്ഷിക്കും. രാജാവിനെ രക്ഷിക്കുമ്പോൾ രാജകൊട്ടാരത്തിൽ നിന്ന് എന്തെങ്കിലും ഫലം കിട്ടും, നന്മ ലഭിക്കും. വീടില്ലെങ്കിൽ വീട് വെച്ച് തരും, വസ്തുവില്ലെങ്കിൽ വസ്തു വാങ്ങി തരും, വാഹനമില്ലെങ്കിൽ വാഹനം, മറ്റേ എന്തെങ്കിലും നന്മ ചെയ്യും. മൊർദെഖായിയും അത് ചിന്തിച്ചു. പക്ഷേ ഒന്നും കൊടുത്തില്ല, ഒന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നും ലഭിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശത്രുവാകുന്ന ഹാമാൻ മൊർദെഖായിയെയും അവന്റെ കുടുംബത്തെയും അവന്റെ വംശത്തെയും കൊല്ലുവാൻ ഡേറ്റിട്ട് മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ കഴുമരം ഒരുക്കുന്നതിന്റെ അന്ന് രാത്രി എന്റെ ദൈവം എഴുന്നേൽക്കാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് രാത്രി ദൈവമൈതലേ, നീ ചെയ്യുന്ന നന്മയ്ക്ക് ഇരട്ടി ഫലം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരാതെ ദൈവത്തിന്റെ ക്രിയകൾ അങ്ങോട്ട് ചെയ്തു തുടങ്ങി. രാജാവ് ചോദിച്ചു, ഈ മനുഷ്യന് വല്ലതും കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും പ്രതിഫലം ചെയ്തോ? എന്തെങ്കിലും നന്മ ചെയ്തോ? അവര് പറഞ്ഞു, ഒന്നും കൊടുത്തില്ല. ഇതാ ദൈവത്തിന്റെ സമയമായി. അന്ന് കൊടുത്തിരുന്നെങ്കിൽ എന്തെങ്കിലും ചെറിയ പണക്കിഴിയോ എന്തെങ്കിലും സംഭാവനയോ വീടോ വസ്തുവോ കൊടുത്തേനെ. എന്നാൽ ഇന്ന് ദൈവസമയമായപ്പോ, ദൈവത്തിന്റെ തക്ക സമയമായപ്പോ അവന്റെ കുടുംബത്തെ മാത്രമല്ല അവന്റെ വംശത്തെ ഒന്നടങ്കം രക്ഷിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ടായി. അതാണ് ദൈവത്തിന്റെ തക്ക സമയം. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം പ്രവർത്തിച്ചാൽ ചെറുതേ കിട്ടൂ. ചെറുത് പ്രാർത്ഥിച്ചിട്ട്
ദൈവത്തിന്റെ തക്ക സമയത്തിന് വേണ്ടി കാത്തിരുന്നാൽ അത് വലിയ ഫലമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ തകരേണ്ട മൊർദെഖായി അവന്റെ വംശം എല്ലാം രക്ഷപ്പെട്ടു. നിങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ അറിയാം, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഹാമാൻ ഇങ്ങനെ മൊർദെഖായിക്ക് കഴിമരം ഒരുക്കിയിട്ട് രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ഈ ഹാമാനാ. രാജാവ് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതുകൊണ്ട് രാജാവ് ഉയർത്തുന്നവൻ എന്തൊക്കെ കൊടുക്കണം? ഈ ഹാമാൻ വിചാരിച്ചു, എന്താ ഞാനല്ലാതെ പിന്നെ ആരെ അത് ഈ രാജാവ് ഉയർത്തുന്നത്? ഉടനെ ഹാമാൻ പറഞ്ഞു, രാജകീയ കിരീടം ധരിപ്പിക്കണം, രാജവസ്ത്രം ധരിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് രാജാവ് സഞ്ചരിക്കുന്ന വാഹനത്തിൽ അവനെ സഞ്ചരിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവിന്റെ വസ്ത്രം ധരിച്ച് രാജകിരീടം ചൂടി രാജാവിന്റെ വാഹനത്തിൽ അവനെ 127 സംസ്ഥാനങ്ങളിൽ കൊണ്ടു നടന്ന് ശത്രുവാകുന്ന ഹാമാൻ വിളിച്ചു പറഞ്ഞു, ഇവനെ ദൈവം ഉയർത്തിയവനാണെന്ന്, രാജാവ് ഉയർത്തിയവനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ശ്രേഷ്ഠമായതൊക്കെ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. അതൊരു തിയോളജിയാ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ഏറ്റവും ബലഭൂഷ്ടമായ പ്രദേശമാണ് കനാൻ. ഈ കനാൻ ദേശം കൊടുത്തത് ദൈവമക്കൾക്കാ. അവിടെ ജാതീയ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ മാറ്റിയിട്ട് ഈ ദേശം കൊടുത്തത് ദൈവത്തിന്റെ ജനമാ. അതുകൊണ്ട് ദൈവമക്കൾ നല്ലതനുഭവിക്കണം, നല്ലതനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ അന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ മാർത്താണ്ഡത്ത്. അന്ന് ഞാൻ കാട്ടാക്കട ഇരിക്കുക. നെയ്യാറ്റിൻകരയിൽ എത്തിയപ്പോ ഒരു ടെക്സ്റ്റൈൽസിന്റെ മുമ്പിൽ, ഒരു തുണിക്കടയുടെ മുമ്പിൽ ഭയങ്കര ജനക്കൂട്ടം. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കൂട്ടരും അതിനകത്തുണ്ട്. നമ്മളെ കൂട്ടരെന്ന് പറഞ്ഞാൽ കാതിലും കഴുത്തിലും ഒന്നും ഇല്ലാത്തവര്. ഞാൻ അവിടെ പെട്ടെന്ന് അവിടെ ഇറങ്ങി ആ സ്ഥലത്തേക്ക് പോയി. എന്താ വിഷയമെന്ന് അറിയത്തില്ല, നമ്മുടെ ആൾക്കാരൊക്കെ നിൽക്കുകയല്ലേ. ചെന്നപ്പോ കാണാൻ കഴിഞ്ഞ കാഴ്ച, ആ തുണിക്കടയ്ക്കകത്ത് നിന്ന് ഒരാൾ ഒരു സാരി എടുത്തെറിയും. പുറത്തു നിന്ന് ആ സാരി ആര് പിടിക്കുന്നുവോ 50 രൂപയ്ക്ക് അവർക്ക് എടുക്കാം. 50 രൂപ ഒരു സാരിയുടെ വില. അകത്തുനിന്ന് ഒരാൾ എറിഞ്ഞു കൊടുക്കും, പുറത്തു നിന്ന് പിടിക്കുക. 100, 200, അതിനപ്പുറം ആൾക്കാർ ഇങ്ങനെ സഹോദരിമാര് നിൽക്കുക. ദൈവം നല്ലത് തരാനിരിക്കുമ്പോ 50 രൂപയുടെ സാരി പിടിക്കാൻ നീ പോയാ അല്ലേ? പ്രൈസ് ദി ലോർഡ്. 50 രൂപയുടെ സാരി ഒരിടത്ത് കൊടുക്കുന്നു. 1500 രൂപയുടെ സാരി എടുത്തോണ്ടാ പോണേ 50 രൂപയുടെ സാരി മേടിക്കേ. പ്രൈസ് ദി ലോർഡ്. സർക്കാർ കൊടുക്കുന്ന ചെറിയ ഒരു തുണിയുണ്ടല്ലോ, അതിന് എന്താ ഇടിയണമെന്നറിയോ? എന്റെ ദൈവമക്കളെ, ദൈവമക്കൾ നല്ലത് ഉപയോഗിക്കണം, നല്ലത് ഭക്ഷിക്കണം. ഇനി ഭക്ഷിക്കണ കാര്യമൊന്നും പറയണ്ട. ഇപ്പോ എല്ലാം ഫാസ്റ്റ് ഫുഡ്. പല വീടുകളിൽ ഇപ്പോ പാചകമില്ല. കാരണം വേവിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ സാധനം ഒന്ന് വിളിച്ചാൽ മതി, അപ്പോഴവിടെ എത്തും. അൽഫാമും അതും ഇതും ഒക്കെ കഴിച്ച് ഷുഗർ കയറി നമ്മളെല്ലാം അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മാരകമായ രോഗങ്ങൾ ഇവിടെ വന്നു. കൊറോണ വന്നപ്പോ രാജ്യം മുഴുവനും ലോക്കായി. എല്ലാവരും മാസ്ക് ധരിക്കണം. ഇവിടെ ഏതെങ്കിലും പശു ഇതില് മാസ്ക് വെച്ചോണ്ട് പോയത് കണ്ടിട്ടുണ്ടോ? പശുവിനെ അറിഞ്ഞിട്ടില്ലേ? കാള, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടി, നായ്ക്കൾ മാസ്ക് വെച്ചിട്ടുണ്ടോ? അരിമനോട്ട് പോയപ്പോ ഒരു
ആടവിടെ നിൽക്കുക മാസ്കും വെച്ചോണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാ? പിന്നെ എന്തിനാ മനുഷ്യൻ വെച്ചത്? ഇത് മനുഷ്യന്റെ അഹങ്കാരം കൊണ്ട് വരുന്നതാ. ഇവിടെ ഒരു മൃഗങ്ങളും മാസ്ക് വെച്ചിട്ടില്ല, മാസ്ക് വെച്ച് നടക്കുന്നുമില്ല. ഏത് മാരക രോഗം വന്നാലും മനുഷ്യനാ കുഴപ്പം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഫാസ്റ്റ് ഫുഡാ മനുഷ്യൻ കഴിക്കുന്നത്. ഈ പശുക്കൾ എന്താ കഴിക്കുന്നത്? പശു ചായക്കടയിലെ അഴുക്ക് വെള്ളവും നമ്മുടെ വീടുകളിലെ വേസ്റ്റും, നമ്മൾ പഴം തിന്നിട്ട് അതിൻ്റെ തൊലി, ഇതല്ലേ ഈ വേസ്റ്റ് കഴിക്കുന്ന പശു കൊടുക്കുന്നത്? എന്താ? ശുദ്ധമായ പാല്. പ്രൈസ് ദി ലോർഡ്. അൽഫാം കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്നത് എന്താ? പറയണോ പിന്നെ? പ്രൈസ് ദി ലോർഡ്. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ത്? വേസ്റ്റ് കഴിക്കുന്ന പശു എന്താ തരുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പശുവിന് കൊറോണ വരുവോ? വരത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോ മൊർദെഖായിക്ക് മാത്രമല്ല അതിൽ ഫലമുണ്ടായത്, അവന്റെ കുടുംബക്കാർക്കും വംശക്കാർക്കും ഇസ്രായേൽ മക്കൾ യഹൂദന്മാർ ഒന്നടങ്കം അതിന്റെ നന്മ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. നല്ല ആത്മാഭിഷേക അന്തരീക്ഷം ഇതിനകത്തുണ്ട്. ഈ പിള്ളേരൊക്കെ അഭിഷേകം പ്രാപിക്കണം, ആത്മനിറവ് പ്രാപിക്കണം, ദൈവത്തിന്റെ സന്നിധി നിറത്തോടെ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. നെയ്യാറ്റിൻകരയില് ഒരു AG ചർച്ചില് ഭയങ്കര ചർച്ച. ഒരു ദിവസം 10 ദിവസത്തെ മീറ്റിംഗിൽ ഒരു ദിവസം ഞാനും ഉണ്ടായിരുന്നു. രാവിലെ അവിടെ ദൈവവചനം പ്രസംഗിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായി. എത്രയോ ചെറുപ്പക്കാര് വന്നിങ്ങനെ മൗനമായിട്ട് ഇങ്ങനെ കൈയും കെട്ടി അങ്ങ് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീട്ടിൽ പോയി അന്ന് പകൽ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് കരഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി 35-ലധികം പേരെ ദൈവ അഭിഷേകത്താൽ നിറച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ എഴുപ്പതൽ കൂട്ടത്തിൽ ഒരു വല്ലമായി വെളിപ്പെടണം, ദൈവാഭിഷേകങ്ങൾ പ്രാപിക്കണം. ഈ തൊട്ടടുത്ത് ഉത്തരംകോട് ന്യൂ ഇന്ത്യ ചർച്ച് എന്ന് പറയുന്ന ചർച്ചുണ്ട്. അവിടെ ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ രാവിലെ സെക്ഷൻ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ വിശ്രമിക്കുമ്പോൾ ഒരു 3 മണിയായപ്പോൾ ഭയങ്കര ഒരു ശബ്ദം. ഞെട്ടി ഉണർന്നു. എന്താ കാര്യം? ഞാൻ ഓടി പുറത്തേക്ക് വന്നു. ചർച്ചിലാണ് വിളി കേൾക്കുന്നത്. ഭയങ്കര കരച്ചില. അകത്തേക്ക് ചെന്ന് നോക്കിയപ്പം 10-20 പെൺപിള്ളേർ, സഹോദരിമാര്, അവരെല്ലാവരും കൂടെ ഇങ്ങനെ വളഞ്ഞിരുന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കപ്പാ എന്നെ അഭിഷേകത്താൽ ഒന്ന് നിറയ്ക്കണേ എന്ന്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാനും പോയി കിടന്നില്ല. ഞാനും പോയിരുന്ന് പ്രാർത്ഥിച്ച് അന്ന് രാത്രി അനേകർ അഭിഷേകങ്ങൾ പ്രാപിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവസഭ അനുഗ്രഹിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇതിനേക്കാൾ അപ്പുറം അനുഗ്രഹിക്കപ്പെടണം. യേശു വരാറായി, കാലം തികയാറായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഓപ്പൺ എയർ മീറ്റിംഗ്, പരസ്യയോഗങ്ങൾ. എല്ലാ മാസത്തിലും 1-2 പ്രാവശ്യം ഞങ്ങൾക്ക് പരസ്യയോഗങ്ങളുണ്ട്. യേശുവാണ് ദൈവം എന്ന് ശക്തമായി ദേശത്തോട് വിളിച്ചു പറയും. പല എതിർപ്പുകളൊക്കെ ഞങ്ങൾക്കുണ്ടായി, പലരും അടിക്കാനൊക്കെ വന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, ദൈവമക്കളെ, അവന്റെ ബലമുള്ള കൈക്കീഴ് അടങ്ങിയിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടി? പ്രാർത്ഥനാ വിഷയം ദൈവത്തോട് കൊടുത്തിട്ട് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. നമ്മുടെ സമയത്തിനല്ല പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ വിഷയം ദൈവത്തിന്റെ സമയത്തിന് വിട്ടുകൊടുക്കണം. ആ ദൈവം നമ്മെ ഉയർത്തുവാൻ തക്കവണ ഇടവരും. നമുക്ക്
ഒരു വേദഭാഗം കൂടെ വായിച്ച് ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കാനായിട്ടുള്ളത് കൊണ്ട് ദൈവത്തിന്റെ തക്ക സമയത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇനി ഒരു സഹോദരിയെ അവളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒത്തിരി വേദനകൾ, ഒത്തിരി ഭാരങ്ങൾ ആരോട് പറയും? അപ്പനോട് പറയാൻ പറ്റില്ല, അമ്മയോട് പറയാൻ പറ്റില്ല, സഹോദരിമാരോട് പറയാൻ പറ്റില്ല, സഹോദരങ്ങളോട് പറയാൻ പറ്റില്ല, കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിനോട് പറയാൻ പറ്റത്തില്ല. ആർക്കും ഇഷ്ടമില്ലാത്തവൾ, എല്ലാവരാലും വെറുക്കപ്പെട്ടവൾ, എന്ത് ചെയ്താലും കുറ്റം പറയും, എന്ത് ചെയ്താലും മാറ്റി നിർത്തും, അവഗണിക്കപ്പെട്ടവൾ. അങ്ങനെ ഒരുവളെ വേദപുസ്തകത്തിൽ ഉയർത്തിയ ഒരു ചരിത്രമുണ്ട്. ഇന്ന് രാത്രി അല്പമായിട്ട് അതിൽ നാം ശ്രദ്ധിക്കാൻ പോകുകയാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് അവളെ ഉയർത്തിയ ദൈവം ഈ തക്ക സമയത്ത് നമ്മെ ഉയർത്താൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 29-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. സ്തോത്രം. തമിഴില് ലേയാൾ അല്പമായി എണ്ണപ്പെട്ടവൾ എന്ന് കർത്തർ കണ്ട് അവളുടെ ഗർഭത്തെ. ഇത് ശ്രദ്ധിച്ചേ. ഒറ്റ പദമായി ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ലേയ അല്പമാനവൾ എന്ന് കർത്തർ കണ്ടു. മലയാളത്തിൽ അനിഷ്ട എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തവൾ. എന്ത് ചെയ്താലും കുറ്റം, ഏതെടുത്താലും കുറ്റം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനകത്തും ചില കാര്യങ്ങളുണ്ട്. മനോവേദനയോടെ ഇരിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ദൈവം ഉയർത്താൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിന്റെ വേദന അറിഞ്ഞ് ദൈവത്തിന്റെ മാനിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 16-ാമത്തെ വാക്യം, 29-ാം അധ്യായം 16-ാം വാക്യം, ആദിയാഗമ പുസ്തകം. കണ്ട, ഒരപ്പന് രണ്ടു മക്കൾ, ഒരപ്പന് രണ്ടു മക്കൾ. ഒരുവൾക്ക് പേർ ലേയാൾ, മറ്റവൾക്ക് പേർ റാഹേൽ. റാഹേൽ രൂപവതിയും അഴകാനവളുമായിരുന്നു, സൗന്ദര്യമുള്ളവൾ, ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്നവൾ. ലേയയോ കൂച്ചിക്കണ്ണി, അല്ലേ? എങ്ങനെയല്ലേ മലയാള തമിഴിൽ എന്താ? കൂച്ചപ്പാർവ. കൂച്ചപ്പാർവ എന്ന് പറഞ്ഞ എന്നാ? ഉണ്ടക്കണ്ണി എന്ന്, ഉണ്ടക്കണ്ണി, ബൾബ് കണ്ണി. ഉണ്ടക്കണ്ണി എന്ന് പറഞ്ഞ ആള് കറുപ്പാ. ഒരപ്പന് രണ്ട് മക്കൾ, ഒരുവൾ വെളുത്തവൾ, ഒരുവൾ കറുത്തവൾ. അപ്പനും അമ്മയ്ക്ക് ആരോട് ഇഷ്ടം തോന്നും? ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ വേർതിരിവുകൾ നടക്കുമ്പോ ഇതൊന്നും കാണിക്കാത്ത ഒരുവൻ സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരപ്പന് രണ്ട് മക്കൾ, ഒരുത്തി കറുത്ത്, കാണാനും കൊള്ളത്തില്ല. എടുത്തു പറയുക, റാഹേൽ രൂപവതി, നല്ല രൂപം. അപ്പോ ലേയ്ക്ക് ഒരു രൂപവും ഇല്ല, മനുഷ്യകോലം പോലെ. മനുഷ്യകോലമാണോ എന്ന് പോലും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവളുടെ നിറത്തിന്റെ പേരിൽ, അവളുടെ സൗന്ദര്യത്തിന്റെ പേരിൽ, അവളുടെ വീട്ടിനകത്ത് അവൾ ഒറ്റപ്പെടുമ്പോൾ, അവൾ അവഗണിക്കപ്പെടുമ്പോ, ഇന്ന് രാത്രി
ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ഭവനത്തിനകത്ത് നീ അവഗണിക്കപ്പെടുന്നു എങ്കിൽ, ആരും കാണാതെ നീ കരയുന്നു എങ്കിൽ, ഇന്ന് രാത്രി നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പുറത്തെന്നെ കേൾക്കുന്ന ദേശവാസിയെ, നിന്റെ ഭവനത്തിനകത്ത് തീരാ നോയായി, തീരാ ദുഃഖമായി, ഒരു നേരത്തെ ആഹാരം സ്വസ്ഥതയോടെ കഴിക്കാൻ കഴിയാതെ, ഒരു നേരത്തെ ദാഹജലം സ്വസ്ഥതയോടെ കുടിക്കാൻ കഴിയാതെ, നീറുന്ന ഹൃദയത്തോടെ നീ ആയിരിക്കുന്നു എങ്കിൽ, ഇന്ന് രാത്രി നിന്റെ വിടുതലിന് വേണ്ടി ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഒരുവൻ ഉയരത്തിലുണ്ട്, നിന്നെ സൃഷ്ടിച്ച ദൈവം. ആ ദൈവം നിന്നെ ഉയർത്തുവാൻ ശക്തനാണ്. അവഗണിക്കപ്പെടുകയാ സൗന്ദര്യത്തിന്റെ പേരിൽ. കൂച്ചക്കണ്ണി, കൂച്ചപ്പാർവൈ. ഞാൻ കണ്ണിനെ വർണ്ണിക്കുന്നില്ല, കാരണം ചിലപ്പോഴൊക്കെ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവന് ആകെ പ്രശ്നമാകും. ഞാൻ ആ കണ്ണിനെ കുറിച്ച് പറയുന്നില്ല. അത്രമാത്രം ഒരു ശോഭയുമില്ലാത്ത, ഒരു അഴകില്ലാത്ത, ശരി, ഒരു ഉണ്ടക്കണ്ണി എന്ന് മാത്രം ഞാൻ പറയുക. കറുത്ത ഒരു പെണ്ണിന് ഉണ്ട കണ്ണും കൂടെ ഉണ്ടെങ്കിലോ ഒരഴകുമില്ല. ഇനി നിങ്ങൾ വായിച്ച് ശ്രദ്ധിച്ചു കേട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പുറംപറമ്പിൽ ഈ യാക്കോബ് എന്ന് പറയുന്ന ഈ ലേയയുടെ, റാഹേലിന്റെ അപ്പന്റെ സഹോദരിയുടെ മകനാണ് യാക്കോബ്. റാഹേലിന്റെ മകൾ, സോറി, റിബേക്കയുടെ മകൻ. പ്രൈസ് ദി ലോർഡ്. അതായത് ഇസഹാക്കിന്റെ മകൻ. ഇവൻ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ചുവന്ന പായസം കൊടുത്ത് ജ്യേഷ്ഠനെ പറ്റിച്ച്. ചുവന്ന പായസം കണ്ടപ്പോൾ ഇവന് ക്ഷീണം ഉണ്ടായിട്ടൊന്നുമില്ല, കളർ കണ്ടപ്പോൾ. ഇന്നും പലരും ഈ പ്രൈസ് റോഡിലൂടെ പോകുമ്പോൾ ചില പൊരിച്ച കോഴിയൊക്കെ ഇങ്ങനെ കളറിൽ വെച്ചേക്കുമ്പോൾ മണം അടിച്ച് അങ്ങോട്ട് കയറി ചെല്ലൂല്ലേ, അത് ഇന്ന് തുടങ്ങിയല്ല, അന്നേ ഉണ്ട്. യാക്കോബ് പായസം ഉണ്ടാക്കിയിട്ട് അല്പം കളറും കൂടെ ചേർത്തു. അതുപോലെ ഇന്ന് നമ്മളെല്ലാം വശീകരിക്കാൻ വേണ്ടി ചൊവ്വാങ്ങി ഇരിക്കുക. ഇതിനകത്ത് മൊത്തം വിഷമാണെന്ന് നമ്മൾ അറിയുന്നില്ല. പുറത്തേ പോകുമ്പോ തന്റെ മണമാ, വീട്ടിൽ വെച്ച അത്ര മണം കിട്ടുവോ? ഭർത്താവ് റോട്ടിൽ പോയി കോഴിയിറച്ചിയും പെറോട്ടയൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ ഒന്നും വിശപ്പില്ല കേട്ടോ, ഒന്നും വേണ്ട. ഭാര്യ ഇവിടെ വെച്ച് വിളമ്പി ഇങ്ങനെ നോക്കിയിരിക്കുക. പുള്ളിക്കാരൻ ദോശ ഇറച്ചിട്ട് വന്നിട്ട് കഴിച്ചിട്ട് വന്നിട്ട് പറയുക വിശപ്പില്ലെന്ന്. ഇവിടെ വീട്ടിൽ നിന്ന് കഴിപ്പില്ല. ഞാന് പണ്ട് എല്ലാ ദിവസവും മീറ്റിംഗ് ആയിരുന്നു. മീറ്റിങ്ങിന് ഇങ്ങനെ പോയി വരുമ്പോ എല്ലാ ദിവസവും ഞാൻ അന്നൊക്കെ എല്ലായിടത്തുനിന്ന് കഴിക്കും, രാത്രി കഴിക്കും. വീട്ടിൽ വരുമ്പം ഭാര്യ പ്രശ്നം. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയാ? ശരിയല്ലേ? അന്നൊരു തീരുമാനം എടുത്ത് രാത്രി കഴിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോകുമെങ്കിൽ കഴിക്കൂല. അത് സന്തോഷമല്ലേ വീട്ടിൽ ചെന്ന് ഭാര്യയൊക്കെ എഴുതും. ചിലരൊക്കെ വെട്ടി വിടണത് കാണണം. ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്തു പോകാന്ന് പറഞ്ഞ് എല്ലാവരെയും കൊണ്ടുപോയി കഴിക്കുക. എല്ലാവരും കഴിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സൗന്ദര്യമില്ലാത്തവൾ ഒരു ഉണ്ടക്കണ്ണി. ഇനി അപ്പനും അമ്മയും ഇവരെ അവഗണിക്കുന്നു എന്നതിന്റെ തെളിവാണ് റാഹേൽ എന്ന് പറയുന്ന സൗന്ദര്യമുള്ളവളെ അപ്പന്റെ ആട് മേയ്ക്കാൻ പുറംപറമ്പിൽ പറഞ്ഞയച്ചിരിക്കുക. ഇവളെ വിട്ടില്ല. ഇവളുടെ ജോലി എന്താണെന്നറിയാമോ? വരുന്നവർക്ക് വെച്ച് വിളമ്പി കൊടുക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. കാരണം എന്റെ മകളാണെന്ന് പറഞ്ഞാലേ കറുത്തിരിക്കുകയല്ലേ. ഇന്ന് പിന്നെ പ്രശ്നമില്ല. കണ്ണുണ്ടെങ്കിലും അതിനെ ആ രീതിയിലാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. കറുപ്പാണെങ്കിലും വെളുപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ സജ്ജീകരണം നിങ്ങൾ നോക്കിയേ. സ്കൂളുകള് പൊങ്ങും പോലെ ആ ബ്യൂട്ടി പാർലറുകൾ അവിടെ എന്ത് ചെയ്യുന്നത്? ഉയർന്നു വരുന്നത്. എന്താ അതിൻ്റെയൊക്കെ കാരണം? സൗന്ദര്യം, ദൈവം തന്ന അഴക്. അത് പോരാ.
തത്തമ്മ ചുണ്ടുപോലെ കുറെ ലിപ്റ്റിക്കും തേച്ച്. ദൈവത്തിന്റെ അഴക് നിങ്ങളൊന്ന് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ എവിടെ നോക്കിയ ആൾക്കാർ പരിമളപ്പെട്ടി, വേദപുസ്തകത്തിൽ പറഞ്ഞ പരിമളപ്പെട്ടി എല്ലാ സാധനവും കൊണ്ടു കിടക്കുക. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളൊക്കെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, ദൂരെയൊക്കെ പോകുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇറങ്ങുന്ന സമയമാകുമ്പോൾ പെട്ടി അങ്ങോട്ട് ഇറക്കും, ചുണ്ടിലോട്ട് തേക്കും, അവിടെ അടിക്കും ഇവിടെ അടിക്കും, എല്ലാം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങക്കുക. പക്ഷെ സാധു പെൺകുട്ടി ഈ ലേയയ്ക്ക് അന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നുമില്ല. എന്തോ ഭാഗ്യദോഷം കൊണ്ട് ഇവൾക്ക് സൗന്ദര്യമില്ല, ഇവളുടെ കണ്ണിനഴകില്ല. അപ്പൊ യാക്കോബ് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി, അടിയുണ്ടാക്കി ഇവിടെ വീട്ടിൽ വരികയാ. എവിടെ ഒളിച്ചു പാർക്കാൻ? അമ്മയുടെ ആലോചന കേട്ട് അമ്മയുടെ സഹോദരനായിരിക്കുന്ന ലാബാന്റെ വീട്ടിൽ. ഇവിടെ വരുമ്പോ ഇവിടെ ആടുകളൊക്കെ മേച്ച് കുറെ ഇടയന്മാര് വന്ന് ഈ കിണറ്റിൽ വന്ന് വെള്ളം കോരി ആടുകൾക്ക് കൊടുക്കുമ്പോ യാക്കോബ് ചോദിച്ചു, ലാബാനെ അറിയോ? ഞങ്ങൾക്കറിയാം. അങ്ങോട്ട് നോക്കിയേ, ലാബാന്റെ മകളാ വരുന്ന റാഹേൽ. ഉടനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത്, നിന്റെ അപ്പന്റെ സഹോദരിയായ റിബേക്കയുടെ മകനാ ഞാനെന്ന് പറഞ്ഞപ്പോ ഇവർക്ക് സന്തോഷമായി. ഓടിച്ചെന്ന് അപ്പനോട് കാര്യം പറഞ്ഞു. അപ്പനും വന്ന് ഇവനെ ആനയിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. 1 മാസം അവിടെ പാർത്തു. വിശദീകരിച്ചൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പ്രൈസ് പറയാനായിട്ട് നമുക്ക് അത് പോയ കുറേ മണിക്കൂർ, കുറേ ദിവസം പ്രസംഗിക്കാനുള്ള കാര്യമുണ്ട്. ഞാൻ അതുകൊണ്ട് എന്നാലും നമുക്ക് ദൈവാത്മാതരുന്ന ചിന്തകൾ മാത്രം മതിയല്ലോ. കാരണം നമുക്ക് ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ അറിയണം. 1 മാസം കഴിഞ്ഞപ്പോൾ ലാബാൻ പറഞ്ഞു, ഇനി മോനെ നീ വെറുതെ എന്നെ സേവിക്കണ്ട. നിന്റെ അമ്മയുടെ സഹോദരനൊക്കെ ഞാൻ, വെറുതെ നീ എന്ത് ചെയ്യണ്ട, എന്നെ സേവിക്കണ്ട. എനിക്ക് കുറെ ആടുകളുണ്ട്, നിനക്ക് മാസം ഞാൻ ശമ്പളം തരാം, അല്ലെങ്കിൽ നീ പറയുന്ന എന്തും തരാം. എന്താ നിനക്ക് ആവശ്യം? ഉടനെ ഇവൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അങ്ങയുടെ ഇളയ മകൾ റാഹേലിനെ എനിക്ക് ഇഷ്ടമാ, നീ കല്യാണം കഴിപ്പിച്ചു തരണം. വീട്ടിൽ അടിയുണ്ടാക്കി, അപ്പനെയും പറ്റിച്ച് ജ്യേഷ്ഠനെയും പറ്റിച്ച്. ജ്യേഷ്ഠൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ അമ്മ ഒളിപ്പിച്ച് പാർപ്പിക്കാനായിട്ട് ഒളിച്ചു പാർക്കാൻ വിട്ട സ്ഥലമാണ് എവിടെ? ലാബാന്റെ ഭവനം. ഒളിച്ചു പാർക്കാൻ വന്നവൻ ഇപ്പം പറഞ്ഞതുണ്ട്, അവന്റെ കണ്ണെവിടെ പോയെന്നറിയാമോ? ലാബാന്റെ മകളുടെ മേൽ പതിഞ്ഞു. അതുകൊണ്ട് ആരെയും എവരെ എങ്ങനെയുള്ളവരെ അങ്ങനെയുള്ളവരെ ഒന്നും വീട്ടിൽ കയറ്റി പാർപ്പിക്കരുത്. വരുന്നത് ബന്ധവും സ്വന്തവും ഒക്കെ പറഞ്ഞായിരിക്കും, പക്ഷെ അവന്റെ കണ്ണ് നമ്മുടെ തലമുറകളുടെ മേലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോടെ ജാഗ്രതയോടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഇളയ മകളെ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് അവളെ വിവാഹം കഴിപ്പിച്ചു തരണം. ശരി, 7 വർഷം നീ എന്നെ സേവിക്കണം. ഇത് ഞാൻ കഥ പറയുന്നത് പോലെ പറയുന്നതല്ല, വേദപുസ്തകത്തിലുള്ള കാര്യമാണ് ഞാൻ പറയണേ. വായിച്ച സമയം കളയണ്ട എന്നുള്ളത് വെച്ച് 7 വർഷം നീ എന്നെ സേവിക്കണം. 7 വർഷം 7 ദിവസം പോലെ പോയി. കാരണം ഉള്ളിൽ റാഹേല. ചില ചെറുപ്പക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഹൃദയത്തിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ദിവസങ്ങൾ പോണതൊന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് രാവിലെ ഞാൻ പറഞ്ഞത് തക്ക തുണയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്ന്. കല്യാണത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഇരുന്ന് ചിരിക്കും. അങ്ങനെയല്ല, ദൈവത്തിന്റെ സമയമാകുമ്പോൾ തക്ക തുണയെ കിട്ടണം. അതാ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത്. കുറെ സമ്പത്ത് കൊണ്ടുവരുന്നതിലല്ല, സമാധാനത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ, അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നുമില്ല. 7 വർഷം കഴിഞ്ഞപ്പോ ലാബാന്റെ അടുക്കൽ വന്നിട്ട് യാക്കോബ് പറഞ്ഞെന്ന്, ഞാൻ പറഞ്ഞ സമയമായി, ഇനി നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരണം. ശരി, ഓക്കെ. യാക്കോബിന്റെ അപ്പനെ അമ്മയും വസ്തുതയൊന്നും അറിയിച്ചില്ല. അന്ന് ഇന്നത്തെ പോലെ ഫോണൊന്നുമില്ല, ഫോൺ സമ്പ്രദായം. ഇന്ന് പിന്നെ
ഫോണിന്റെ ഉപയോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എന്തിനും ഫോണാണ്, എല്ലാം ഫോണിലടങ്ങിയിട്ടുണ്ട്. ഫോണാണ് മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഈ ഫോണാ. പ്രൈസ് ദി ലോർഡ്. സ്കൂളിൽ പോയിട്ട് വന്ന് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് തുണി മാറി വീട്ടിനകത്ത് കതകടച്ചിരുന്ന പിന്നെ ഇറങ്ങത്തില്ല. ഒരു ഫോണും കൊണ്ട് അകത്ത് കയറിയാൽ ഇന്നത്തെ തലമുറകളെല്ലാം നഷ്ടപ്പെടുന്നതിന്റെ കാരണം അതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളറട എന്ന് പറയുന്ന സ്ഥലം കേരളത്തില് അടുത്ത വെള്ളറട. ഈ അടുത്ത സമയത്ത് ഒരു സംഭവം നടന്നു. ഒരപ്പനെ ഒരു മകൻ 28 വെട്ട് വെട്ടി കൊന്നു. ഒരപ്പനെ മകൻ വെട്ടിക്കൊന്നു. വെള്ളറട ഞങ്ങളുടെ വീടിന്റെ അടുക്കൽ നടന്ന സംഭവം. ഈ പത്തുകാണി എന്ന് പറയുന്ന അവിടെ നിന്ന് അങ്ങോട്ട് കയറിയാൽ പിന്നെ കേരള, 2 കിലോമീറ്റർ പോയാൽ പിന്നെ കേരളമാ. അത് കഴിഞ്ഞ അമ്പൂരി, അത് കഴിഞ്ഞ വെള്ളറടയാ. അവിടെ നടന്നൊരു സംഭവം. ആരാ വെട്ടിക്കൊന്നു അറിയണ്ടേ? പെന്തക്കോസ്ത് കുടുംബത്തിൽ പിറന്നവനാ, സഭയിൽ പ്രസംഗിച്ചവനാ, സഭയിലെ ആക്റ്റീവ് മെമ്പറായ ഒരു അപ്പനും അമ്മയും ഒക്കെ. ആ അപ്പനെയാ 28 വെട്ട് വെട്ടി കൊന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അപ്പനും അമ്മ ഈ കാലഘട്ടത്തിൽ ഉണർന്ന് കരയണം. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് പറഞ്ഞു, സമയമായി കല്യാണം കഴിപ്പിച്ചു തരണം. ഒക്കെ പത്തനാരാമിലുള്ള ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയൊക്കെ ക്ഷണിച്ചു. ഇന്നത്തെ പോലെ അല്ല, അന്ന് രാത്രിയാ കല്യാണം. രാത്രി യഹൂദന്മാരുടെ കല്യാണം രാത്രികളില്ല കൂടുതൽ. ആൾക്കാരെയൊക്കെ ക്ഷണിച്ചു. യാക്കോബിനെ പാർക്കാൻ ഒരു പ്രത്യേക കൂടാരമൊക്കെ അടിച്ചു. കല്യാണ ഡേറ്റായി. അന്ന് രാത്രി കല്യാണം നടന്നു. യാക്കോബിനെയും ഭാര്യയെയും അവർക്ക് വേണ്ടി ഒരുക്കിയ കൂടാരത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. രാവിലെ യാക്കോബ് പ്രാർത്ഥിക്കാനായിരിക്കും ചിലപ്പോ ഉറക്കമുണർന്നപ്പോ, ഇന്ന് ഈ പ്രഭാത പ്രാർത്ഥനകൾ പലയിടങ്ങളിലും ഇല്ല. പണ്ട് 4 മണിയാകുമ്പോൾ പെന്തക്കോസുകാർ താമസിക്കുന്ന ദൈവമക്കൾ പാർക്കുന്ന വീടിന്റെ പരിസരങ്ങളിലൂടെ പോയാൽ ഉഷകാലം നാം എഴുന്നേൽക്കുക, പരനേശുവേ സ്തുതിപ്പാ, ഉഷകാലമം താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. എന്നാ പാട്ടുകൾ കേൾക്കാനില്ല. 8 മണിയായാൽ എഴുന്നേൽക്കാത്തവരുണ്ട്. രാത്രി പ്രാർത്ഥനയില്ല. 63-ാം സങ്കീർത്തനം വായിക്കണം. ദാവീദ് എന്താ പറയുന്നത്? ഞാൻ എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കും. കിടക്ക എന്ന് പറയുന്നത് ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ളതല്ല, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാനും കൂടെ ഉള്ളതാ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. പിതാക്കന്മാരുടെ പ്രാർത്ഥനകളാ നമ്മുടെ ജയം. എന്റെ അമ്മ രാത്രി 2 മണിക്ക് എഴുന്നേറ്റാൽ രാവിലെ 6 മണി വരെ ഉറങ്ങാതെ ഒറ്റ ഇരിപ്പിലിരുന്ന് പ്രാർത്ഥിക്കും എല്ലാ ദിവസവും. ആ പ്രാർത്ഥനയാ ഇന്ന് ഞങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥന കുറയരുത്, ഭവനാരാധനകൾ കുറയരുത്, സന്ധ്യപ്രാർത്ഥനകൾ കുറയരുത്, പ്രഭാത പ്രാർത്ഥനകൾ കുറയരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു സഹോദരി എന്നോട് ഒരിക്കൽ വന്ന് പറഞ്ഞു, പാസ്റ്റർ ഇപ്പോ പ്രാർത്ഥിക്കാൻ ചെന്നിരുന്ന ഒരു പ്രത്യേക അനുഭവമാ. കാരണം സമയം പോകുന്നത് അറിയത്തില്ല. എനിക്കൊരു സംശയം, ഈ സഹോദരി ഇങ്ങനെ പറയുന്നത് വാസ്തവമാണോ, ശരിയാണോ? പരിശോധിച്ചു, ശരിയാ. പ്രാർത്ഥിക്കാൻ ചെന്നിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല. 2 മണിക്കൂർ ഉറങ്ങിപ്പോയി. ചെന്നിരുന്നപ്പോഴേ ഉറങ്ങിപ്പോയി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാ ഉണർന്ന, സമയം പോയത് അറിഞ്ഞില്ല. ഭക്ഷണം കഴിച്ചിട്ട് കട്ടിലിൽ ചെന്നിരുന്നിട്ട്, ദൈവമേ ഞാനിതാ തരുന്നു, ഞാനിതാ മറിയുന്നെന്നും പറഞ്ഞ് അങ്ങ് കിടക്കുക. 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല.
പറച്ചിലെന്താ? രോഗം, വയ്യ, ക്ഷീണം, ഷുഗർ, പ്രഷർ, പ്രൈസലോ, ഇതെല്ലാം ഉണ്ട്. രോഗമൊക്കെ ഇരിക്കട്ടെ നമ്മുടെ ശരീരത്തിൽ. പൗലോസിനോട് എന്താ പറഞ്ഞത്? നിന്റെ രോഗം അവിടെ ഇരിക്കട്ടെ, എന്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് അത് പോയാൽ അതിനെ ബാക്കി കാര്യം പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് പല ചിന്തകൾ ഇങ്ങനെ തന്നോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ കല്യാണം കഴിഞ്ഞു. അന്ന് അവർക്ക് വേണ്ടി ഒരുക്കിയ വീട്ടിൽ കൊണ്ടാക്കി. രാവിലെ യാക്കോബ് പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റു. 5 മണിയായപ്പോൾ ചെന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി തിരിഞ്ഞ് കട്ടിലിലോട്ടൊന്ന് നോക്കിയപ്പോൾ 2 ബൾബ് കണ്ണിരുന്ന് മിനുങ്ങുന്നു. യാക്കോബ് പേടിച്ചുപോയി. നമ്മളൊക്കെ ആണെങ്കിൽ ഭൂതം ഒരാള് വീട്ടിനടുത്ത് ആത്മഹത്യ ചെയ്താൽ പിന്നെ കുറെ നാളത്തേക്ക് വീട്ടിൽ വെളിയിറങ്ങത്തില്ല, ഇല്ലേ? യാക്കോബ് തിരിഞ്ഞു നോക്കിയപ്പോ 2 കണ്ണ് മിനുങ്ങുന്നു. യാക്കോബ് പേടിച്ച് അടുക്കലേക്ക് ചെന്നു തുറിച്ചു നോക്കിയപ്പോ ആള് മാറിപ്പോയി. സ്നേഹിച്ചത് റാഹേലിനെയും കെട്ടിക്കൊടുത്തത് ലേയയെയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ നാട്ടിൽ പലർക്കും ചതി പറ്റിയിട്ടുണ്ട്. ഈ മുസ്ലിംസ് ഏറ്റവും കൂടുതൽ വസിക്കുന്ന സ്ഥലത്താണ് എൻ്റെ വീട്, കൊല്ലം, കേരള കൊല്ലത്ത്. അവരുടെയൊക്കെ കല്യാണം പണ്ട് രാത്രിയായിരുന്നു. വെളുത്ത പെണ്ണിനെ കാണിച്ച് കറുത്ത പെണ്ണിനെ കെട്ടിച്ച ഒത്തിരി ചരിത്രങ്ങളൊക്കെ കാണും. ഇവിടെ അപ്പനും അതാ ചെയ്തത്. യാക്കോബ് ലേയുടെ ഈ ഭാരം തലയിൽ വലിക്കാൻ തുടങ്ങിയിട്ട് അപ്പൻ കുറച്ചു നാളായി, എവളെ വീട്ടിൽ ചുമക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. അപ്പഴാ സഹോദരിയുടെ മോമൻ ഇത് തന്നെ തക്ക നോക്കി അവന്റെ തലയിലോട്ട് കെട്ടിവെച്ചു കൊടുത്തു. ഇവൻ 5 മണിക്ക് ലാബാന്റെ വീട്ടിൽ ചെന്നു. കതകിന് തട്ടി. ലാബാൻ കതക് തുറന്നു. എന്താ മോനെ? മാമ ആള് മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. മാമൻ പറഞ്ഞില്ല, എനിക്ക് മാറിയില്ല. നിനക്ക് മാറി, പക്ഷെ എനിക്ക് ആള് മാറിയില്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? എടാ, എന്റെ നാട്ടിൽ ഒരു സമ്പ്രദായമുണ്ട്. മൂത്തവൾ ഇരിക്കുമ്പോൾ ഇളയവളെ കെട്ടിച്ചു കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. 2 പെൺമക്കളുണ്ട്. മൂത്തവളെ കാണാനാ വന്നത്. ചെറുക്കന് നല്ല ജോലിയും നല്ല കുടുംബ മഹിമകളൊക്കെ ഉണ്ട്, സമ്പത്തും ഒക്കെ ഉള്ളത് കൊണ്ട് ചെറുക്കന് മൂത്തവളെ ഇഷ്ടപ്പെട്ടില്ല, ഇളയവളെ ഇഷ്ടപ്പെട്ടു. നമ്മൾ എന്ത് ചെയ്യും? ഇവനെ വിടണ്ട. മൂത്തവൾ ഇരിക്കുമ്പോൾ ഇളയവളെ പിടിച്ച് കെട്ടിക്കും. ഒരു കാര്യം പറയാം, ലാബാൻ ചെയ്തത് നല്ലൊരു കാര്യമാണ്. ഭാരം ഒഴിയാൻ ചെയ്തതെങ്കിലും പറയുക, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. മൂത്തവൾ ഇരിക്കുമ്പോൾ ഇളയവളെ എന്ത് ചെയ്യത്തില്ല? കെട്ടിക്കത്തില്ല. മൂത്തവള് ഹൃദയം നീറി അവിടെ ഇരിക്കും. എന്നെ ആർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയൊന്നും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകരുത്. മൂത്തവളെ കെട്ടിച്ചിട്ടേ ഇളയവളെ കെട്ടിക്കാവൂ. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, അപ്പൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഇഷ്ടമില്ലാത്തവൾ. അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് ആർക്കും വേണ്ട, അവസാനം ആർക്കും വേണ്ടാത്ത രീതിയിൽ ഒരുത്തന്റെ തലയിൽ കെട്ടിപിടിച്ചു. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം പ്രശ്നം. ഏത് പെൺകുട്ടി സഹിക്കും? 1 മാസം കഴിഞ്ഞായിരുന്നാലും പ്രശ്നമില്ല. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഭർത്താവിന് ഇഷ്ടമില്ല. ഭർത്താവിനൊരു ഭാരമായി മാറിയവൾ. എത്രയോ കുടുംബങ്ങളിൽ എത്രയോ പെൺകുട്ടികൾ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നറിയാമോ? ഇന്ന് രാത്രി യേശുവിന്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെടും. ഇന്ന് രാത്രി അത്ഭുതങ്ങൾ ഇവിടെ നടക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മാവൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഏതായാലും നീ എന്റെ സഹോദരിയുടെ മോനല്ലേ, ഒന്നും കൂടെ നിനക്ക് തരാം. നീ അവളെയും കെട്ടിക്കോ. അവളെയും കൂടെ കെട്ടിച്ചു കൊടുത്ത് 2 എണ്ണം തലയിലായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. 32 മുതൽ 35 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോ അവൾക്ക് എത്ര മക്കൾ പിറന്നു?
4 മക്കൾ. ശിമയോൻ, അല്ല ഇവിടെ പറയുന്നു രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ. നിങ്ങൾ ശ്രദ്ധിച്ചേട്ടെ, ഭർത്താവിന് വേണ്ട, ഇഷ്ടമില്ല, പക്ഷെ 4 മക്കളായി. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് ചിലടത്ത് ഇങ്ങനെയാ, ഭാര്യയും ഭർത്താവും ഭയങ്കര പ്രശ്നം, പക്ഷെ 5-6 മക്കൾ റോഡിലൂടെ ഓടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴും അവൾ പറയുന്നു, ഇനിയെങ്കിലും എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടു കൂടി പറയട്ടെ, അപ്പനും വേണ്ട, അമ്മയ്ക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, വിവാഹം കഴിഞ്ഞു നോക്കണമേ, ഭർത്താവിനും വേണ്ട, ആർക്കും വേണ്ടാതെ വരുമ്പോൾ ഇന്ന് മനുഷ്യൻ ഒരു കയർ അന്വേഷിക്കുന്നു, വിഷക്കുപ്പി അന്വേഷിക്കുന്നു, മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ ആത്മഹത്യകൾ ചെയ്യുമ്പോ ആ ഭർത്താവിനോട് പരിഭവമില്ലാതെ, അപ്പനോട് പരിഭവമില്ലാതെ, അപ്പ ഇഷ്ടമില്ലാത്തടത്ത് എന്നെ കെട്ടിക്കരുതെന്ന് മറുപടി ഒന്നും പറയാതെ, ആരോടും എതിർക്കാതെ ദൈവസന്നിധിയിൽ അവൾ താണിരുന്നപ്പോ, അവൾ അടങ്ങിയിരുന്നപ്പോ യഹോവയായ ദൈവം അവളെ ഉയർത്തി. ഇന്ന് രാത്രി ദൈവം നമ്മെ ഉയർത്താൻ പോകുകയാ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എങ്ങനെയാ ദൈവം ഉയർത്തിയെ? പറഞ്ഞവസാനിപ്പിക്കാൻ പോകുക. നമ്മൾ അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുക, ഒന്ന് ആരാധിച്ച് ബലപ്പെടാൻ പോകുകയാണ്. വിടുതൽ നടക്കണം ഇന്ന് രാത്രി. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇന്ന് രാത്രി ഉണ്ടാകണം. ഉയർത്തുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. മനുഷ്യൻ ഉയർത്തിയാൽ അതിന് പരിമിതികളുണ്ട്. അപ്പൻ ഉയർത്തിയാൽ അതിന് പരിമിതികളുണ്ട്. ഭർത്താവ് ഉയർത്തിയാൽ അതിന് പരിമിതികളുണ്ട്. ഭാര്യ ഉയർത്തിയാൽ അതിന് പരിമിതികളുണ്ട്. ഇങ്ങനെയൊക്കെ ദുഃഖം അനുഭവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ചിന്തിക്കണം. ദൈവം ഉയർത്തിയത് എങ്ങനെയെന്ന് അറിയണ്ടേ? 4 മക്കൾ ദൈവം കൊടുത്തു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ ആദ്യനായിരിക്കുന്ന രൂബേൻ മുതൽ യഹൂദ വരെ 4 മക്കളെ ദൈവം കൊടുത്തു. 4-മത്തവന്റെ പേർ യഹൂദ. യഹൂദ ഗോത്രത്തിൽ സിംഹമായ യേശുക്രിസ്തു പിറന്ന ഗോത്രമാണ് യഹൂദ ഗോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, യേശുക്രിസ്തുവിന്റെ വലിയമ്മച്ചിയായി, പാട്ടിയായി ആരാണ് കർത്താവ് കണ്ടത്? ഈ ലേയയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ പാട്ടിയായി, വലിയമ്മച്ചിയായി വേദപുസ്തകത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പേരാണ് ലേയ. അതാണ് ദൈവം ഉയർത്തിയാലുള്ള ഉയർച്ച. മനുഷ്യൻ ഉയർത്തിയാൽ ഇത്ര വരൂ. ഇവിടെ സൗന്ദര്യം പ്രശ്നമല്ല, അഴക് പ്രശ്നമില്ല, അവൾ രൂപവതിയല്ല, അവളുടെ കണ്ണ് ശരിയല്ല, എല്ലാവരും വെറുക്കപ്പെട്ടവളാണ്. പക്ഷേ യഹോവയായ ദൈവം അവളെ ഉയർത്തുവാൻ തക്കവണ ഇടയായി. ഇന്ന് രാത്രി കേട്ട വചനത്തിന്റെ മുമ്പിൽ നമുക്ക് കേൾപ്പിക്കാം, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈ കീഴടങ്ങിയിരിപ്പീൻ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനോട് നമുക്കൊന്ന് പറയാം, യേശുവേ, ഞാൻ ഒത്തിരി ദുഃഖം അനുഭവിക്കുന്നവളാ, ഒത്തിരി ദുഃഖം അനുഭവിക്കുന്നവനാ. ഹബ്ദരാജഗസ്യ ഒന്ന് കണ്ണുനീരോടെ ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹിമ നിറങ്ങട്ടെ, ദൈവത്തിന്റെ മഹത്വം നിറങ്ങട്ടെ, ദൈവത്തിന്റെ തേജസ് ഒന്ന് ഇറങ്ങട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി ഒന്ന് വെളിപ്പെടട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സമർപ്പിക്കാമോ? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാണ്? കർത്താവിന്റെ കരങ്ങളിൽ ഒരു നിമിഷം ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ. നമ്മൾ പാടിയ ഒരു പാട്ടിന്റെ ചില ചരണങ്ങൾ പാടി ഒരു നിമിഷം ഒന്നുകൂടെ ആരാധിക്കാൻ പോകുക. ആരും മൗനമായി നിൽക്കരുത്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കരുത്, കണ്ണുകൾ തുറന്നിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി,
ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ആമേൻ. കാറ്റിനെയോ കടലിനെയോ നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. ആമേ. കാറ്റിനെയോ ആമേ നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. ഓ അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോ കണ്ടുവലേ ചോദി വലങ്ങിടുമ്പോ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോ കണ്ടുവലേ ചോദി വലഞ്ഞിടുമ്പോ. ഓ ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ആമേ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഓ കുഞ്ഞാടലേ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടലേ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. ആമേൻ. താരുമേനിക്ക് ഓ കിരീടമൊന്ന്, അവനെന്നെ ധരിപ്പിക്കും ഉത്സവ വസ്ത്രം. ആമേൻ. താരുമേനിക്ക് കിരീടമൊന്ന്, അവനെന്നെ ധരിപ്പിക്കും ഉത്സവ വസ്ത്രം. അക്കരയ്ക്ക് എല്ലാവരും ചേർന്ന് സിയോൻ സഞ്ചാരി. ഓ ഓളങ്ങൾ കണ്ടു ഭയപ്പെടരുത്, തിരമാലകൾ കണ്ടു ഭയപ്പെടരുത്, ചെങ്കടലിനെ കണ്ടു ഭയപ്പെടരുത്. സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഓ എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ ഒരുക്കുന്ന ഭവനമുണ്ട്. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ ഒരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഓളങ്ങളെ കണ്ട് ഭയപ്പെടാതെ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന ദൈവമൈതലേ, നമ്മുടെ ദേശം ഇവിടെയല്ല, നമ്മുടെ ദേശം ഉയരത്തിലാണ്, നമ്മുടെ രാജ്യം ഉയരത്തിലാണ്. അവൻ നമ്മെ അവിടെ എത്തിക്കുവാൻ ശക്തനാണ്. ഇന്ന് രാത്രി എല്ലാവരും കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ, അല്പസമയം ദൈവത്തെ ആരാധിക്കട്ടെ.
ഓ റിദബലബസി അബ്ദൽ കനാദി വൈഡവനെ ദഗലഗഡഗസിഹ അസ്തജാരഗദലഗഡഗസിഹ അബ്ദൽ കമന വൈഡരച്ചസിഹ റിദബലബ ശബ്ദരേ അപ്പാ ഉയർച്ച നൽകട്ടെ. പ്രതികൂലങ്ങൾ മാറട്ടെ. കഷ്ടത്തിൽ ഇരിക്കുന്നവർ, ദുഃഖത്തിൽ ഇരിക്കുന്നവർ, വെറുക്കപ്പെട്ടവർ, ഒറ്റപ്പെട്ടവർ, തഴയപ്പെട്ടവർ, ചവിട്ടി താഴ്ത്തപ്പെട്ടവർ എല്ലാവരും ഉയർച്ച പ്രാപിക്കട്ടെ. രാജ വൈഡബരക്ഷവരബ്ദല വൈഡാരീദല ശൈദല രാജ വൈഡബരബ്ദല വൈഡബരാജ അസ്തേരികലേരികലക രാജ വൈഡബരാജല ശബ്ദല രാജ വൈഡബരാജല. അല്പസമയം എല്ലാവരും ആരാധിക്കട്ടെ. അല്പസമയം എല്ലാവരും സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ വല്ലമ ഇറങ്ങുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. മോശ ദൈവത്തോട് സംസാരിച്ചതുപോലെ നാം ദൈവത്തോട് സംസാരിച്ചപ്പോ ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിച്ചു. ുടബലരീതല ശബ്ദല രാജ വൈഡാരികലക ശബ്ദല രാജ ഇകലക ശബ്ദല റീകവരാജ വൈഡാരികലക ശബ്ദല റീത് അസ്തേരികലക ശൈദല രാജ വൈഡാരികബല രാത്രി ദൈവത്തിന്റെ വല്ലഭ ഇറങ്ങട്ടെ.